ഹലോ എവ്രിവൺ, സ്വിറ്റ്സർലാൻഡിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ സെർമെറ്റിലെ ഗോർണഗ്രാറ്റ് സമ്മിറ്റിലാണ് ഉള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. കുറേ നേരമായില്ലേ സ്ഥലങ്ങളൊക്കെ കണ്ടു നടക്കുന്നു. അപ്പോൾ വിശന്ന് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് അവിടെ കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് സ്വിറ്റ്സർലാൻഡ് ട്രഡീഷണൽ ഫുഡായ റോസ്റ്റി ഓർഡർ ചെയ്തു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ചോക്ലേറ്റ് ഫോണ്ടു, പീച്ച് സോബ്, ഹോട്ട് ചോക്ലേറ്റ് ഇവയെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം നല്ലതായിരുന്നു. ഞങ്ങൾ റോസ്റ്റിയുടെ കൂടെ ഒരു ഫ്രൈഡ് എഗ്ഗ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സെർവ് ചെയ്ത സമയത്ത് വന്നില്ല, അത് മിസ്റ്റേക്കാന്ന് പറഞ്ഞു. പിന്നെ ബിൽ പേയ്മെൻറ്റിൻ്റെ സമയത്ത് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു. ചോക്ലേറ്റ് ഫോണ്ടുവിന് മെനുവിൽ കണ്ടതിനേക്കാളും ഡബിൾ എമൗണ്ട് ആയിരുന്നു ഇട്ടിരുന്നത്. കാര്യം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് 2 സെർവിങ്സ് ആണെന്ന്. ഞങ്ങൾ പറയാത്തൊരു കാര്യമാണ് ചെയ്തത്, എന്നാലും പേയ്മെൻറ്റ് കൊടുക്കാത്ത വഴിയില്ലല്ലോ. നിങ്ങൾക്കറിയാലോ സ്വിറ്റ്സർലാൻഡിൽ ഫുഡൊക്കെ എക്സ്പെൻസീവ് ആണെന്ന്. അങ്ങനെ മൊത്തത്തിലൊരു ചെറിയ പണി കിട്ടി അവിടുന്ന്. ഞാനെന്താ ചെയ്യുന്നതെന്ന് സംശയിക്കേണ്ട, മാറ്റർഹോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടൊരു വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതാണ്. നിഷാദും മോനും ആ കാണുന്ന ദൂരെ സ്ഥലത്തേക്കൊക്കെ പോയി. ഞാൻ ഇവിടെ തന്നെ നിന്നു. കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് ആ കാണുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിൽ പോയിരുന്നു ഞാനും മോളും. ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തതാണ് ഈ ഫോട്ടോ. അതിൻ്റെ ഉള്ളിലൊരു കഫേ ഉണ്ടായിരുന്നു. അത് കമ്പാരിറ്റീവ്ലി ചീപ്പായിട്ട് തോന്നി. ഗോർണഗ്രാറ്റ് സമ്മിറ്റിൻ്റെ അടുത്തായിട്ട് ഒരു ലേക്ക് ഉണ്ട്, റിഫെൽസി ലേക്ക്. അവിടത്തേക്ക് ഒരുവിധം എല്ലാവരും പോകുന്നതാണ്. അവിടേക്ക് പോവാൻ കുറച്ച് ദൂരമുണ്ട്. ഗോർണഗ്രാറ്റ് സമ്മിറ്റിൽ നിന്ന് നമ്മൾ മല കയറി ഇറങ്ങിയിട്ടൊക്കെ പോകണം. അങ്ങനെ ഹൈക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഗോർണഗ്രാറ്റ് ട്രെയിനിൽ കയറിയിട്ട് ഗോർണഗ്രാറ്റ് സമ്മിറ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പായ റോട്ടൻബോർഡൻ സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടുന്ന് നമ്മൾ താഴത്തേക്ക് നടന്നാൽ ഈ കാണുന്ന ലേക്കിലെത്താം. ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് മാറ്റർഹോണിൻ്റെ റിഫ്ലക്ഷന് ഈ ലേക്കിൽ കാണും. അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടോബ്ലറോണ് കയ്യിൽ പിടിച്ചിട്ടുള്ള വീഡിയോസും എടുക്കാൻ പറ്റും. അങ്ങനെ ഞാനും എടുത്തു. പിന്നെ മാറ്റർഹോണിൻ്റെ ടിപ്പ് അത്ര പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ടോബ്ലറോണ് കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കണം. പിന്നെ ടോബ്ലറോണിൻ്റെ ബിഹൈൻഡ് സ്റ്റോറീസൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആൽപൈൻ ഗാർഡൻ എന്ന് എഴുതിയിട്ടുള്ള ഒരു സൈൻ ബോർഡ് കണ്ടിരുന്നു. അത് റോട്ടൻബോർഡൻ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സൈൻ ബോർഡാണ്. അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ലേക്കിലേക്ക് 5 or 7 മിനിറ്റ്സിൻ്റെ വാക്കേ ഉള്ളൂ എന്ന്. പക്ഷേ എനിക്കതൊരു ട്രാപ്പായിരുന്നു. ലേക്കിലേക്കുള്ള നടത്തം കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ തിരിച്ചു കയറാൻ ഞാൻ കുറച്ചധികം ബുദ്ധിമുട്ടി. ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്രതലം പോലെയല്ലേ തോന്നുന്നത്. സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. കുന്നിലേക്ക് നല്ലോണം കയറാനുണ്ടായിരുന്നു. പ്രത്യേകിച്ചിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നല്ല പാറക്കെട്ടുകൾ പോലെയുള്ള. അപ്പോൾ കുറച്ച് നടന്ന് ഇരുന്ന് പിന്നെയും നടന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ മുകളിലേക്ക് എത്തിയത്. എൻ്റെ ഈ ആരോഗ്യം വെച്ചിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയതിൽ സർവശക്തനോട് നന്ദി പറയുന്നു. ഇടയ്ക്ക് ഞാൻ ഇരുന്നിട്ടൊക്കെയാണ് മുകളിലേക്ക് എത്തിയത്. ഞാൻ നല്ലപോലെ ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ മുഖം ഞാൻ ബ്ലർ ചെയ്തത്. ഇതാണ് റോട്ടൻബോർഡൻ സ്റ്റേഷന്. നേരത്തെ കാണിക്കാൻ മറന്നുപോയതാണ്. ഇവിടുന്ന് വീണ്ടും ഞങ്ങൾ ട്രെയിൻ എടുത്തിട്ട് സെർമെറ്റിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഗോർണഗ്രാറ്റ് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് തന്നെ ഇറങ്ങിയില്ലേ. അപ്പോൾ അതിലുണ്ടായിരുന്നവരെല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇതെന്താ ഇറങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി പലർക്കും ഇങ്ങനൊരു സംഭവം അറിയില്ല. റിഫെൽസി ലേക്ക് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഗോർണഗ്രാറ്റിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നതായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇങ്ങനെയുള്ളൊരു എളുപ്പ വഴിയുണ്ട്, അത് ചെയ്താൽ മതി നിങ്ങൾ. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ വേറൊന്നും കാണാൻ പോയിട്ടില്ല. ഒരുപാട് സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ക്ഷീണിച്ചതുകൊണ്ട് ഒന്നും ചെയ്തില്ല. പിറ്റേ ദിവസം ഞങ്ങൾ ലുസേണിലേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേബിൾ കാർ സ്റ്റേഷൻ ഉള്ളത്.
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ യൂറോപ്പിലെ ഹയസ്റ്റ് കേബിൾ കാർ സ്റ്റേഷനുള്ള സ്ഥലത്തേക്ക് പോകുന്ന കേബിൾ കാറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നില്ലേ, അതാണ് സംഭവം. ഇനി നമ്മൾ ഈ മനോഹരമായ സെർമെറ്റിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ലുസേണിലേക്ക് പോവുകയാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു സെർമെറ്റ്. ഒരുപാട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. സെർമെറ്റിൽ നിന്ന് ലുസേണിൽ പോകുമ്പോൾ 3 ട്രെയിൻ കയറണം. ആദ്യം സെർമെറ്റ് ടു വിസ്പ്, വിസ്പിൽ നിന്ന് ബേണിലേക്ക്, ബേണിൽ നിന്ന് ലുസേണിലേക്ക്. അപ്പോൾ നമ്മൾ ബേണിലെത്തിയപ്പോൾ വിചാരിച്ചു ബേണൊന്ന് കാണാം, കാരണം സ്വിറ്റ്സർലാൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റി അല്ലെങ്കിൽ ഫെഡറൽ സിറ്റി ആണല്ലോ ബേൺ. അപ്പോൾ അതൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നി. അതുകൊണ്ട് ബേൺ റെയിൽവേ സ്റ്റേഷനിലെ ലോക്കറിൽ ഞങ്ങളുടെ ലഗേജൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ബേൺ കാണാനായിട്ട് ഇറങ്ങി. ഓരോ 1 മണിക്കൂർ ഇടവിട്ടിട്ടും ബേണിൽ നിന്ന് ലുസേണിലേക്ക് ട്രെയിൻ ഉണ്ട്. അതുകൊണ്ട് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ബേണിൽ ചിലവഴിക്കാവുന്നതാണ്. ബേൺ ഒരു വലിയ സിറ്റി അല്ലാത്തതുകൊണ്ട് സത്യത്തിൽ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. ഇവിടുത്തെ ഓൾഡ് ടൗൺ കാണാൻ നല്ല ഭംഗിയാണ്, അത് കാണാം. പിന്നെ സ്വിറ്റ്സർലാൻഡിൻ്റെ പാർലമെൻറ്റ് ഇവിടെയാണുള്ളത്. അതായത് സ്വിറ്റ്സർലാൻഡിലെ ഗവൺമെൻറ് ബേസ് ചെയ്തിരിക്കുന്നത് ബേണിലാണ്. നമ്മൾ ആ പാർലമെൻറ്റ് കാണാനായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇതാണ് ഫെഡറൽ പാലസ്, അതായത് ഇവിടുത്തെ പാർലമെൻറ്റ്. ഈ ഫെഡറൽ പാലസിൻ്റെ മുന്നിലായിട്ടുള്ള സ്ക്വയർ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്ക്വയറാണ്. ഇവിടെ മുന്നിലായിട്ട് തന്നെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു, എന്താ സംഭവം എന്നറിയില്ല. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഒരു പാർലമെൻറ്റ് മന്ദിരമായിട്ട് ഇവിടെ സെക്യൂരിറ്റിയോ മറ്റ് സേഫ്റ്റി മെഷേഴ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഫെഡറൽ പാലസിൻ്റെ സൈഡിലൂടെയോ മറ്റോ എങ്ങനെയോ നടന്നപ്പോൾ നമ്മൾ ഇങ്ങനൊരു സ്ഥലത്തെത്തി. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ബേൺ സിറ്റിയുടെ കുറച്ച് ഭാഗം ഞങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. പിന്നെ നമ്മളുടെ ബാക്കിലുള്ള കെട്ടിടം ഫെഡറൽ പാലസ് ആണ്. ബേണിലൂടെ ഒരു റിവർ ഒഴുകുന്നുണ്ട്, ആരേ റിവർ. അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ വേറൊരു സ്ഥലമുണ്ട് നല്ല പോലെ കാണാൻ പറ്റുന്ന ഒരിടം, അവിടത്തേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത്. ഞങ്ങൾ ഗൂഗിൾ ഇമേജിൽ ഓൾഡ് ടൗൺ സെർച്ച് ചെയ്തപ്പോൾ ആദ്യം വന്ന ഭാഗം കാണിച്ചു, പിന്നെ വേറെ ഭാഗങ്ങളുടെ ഇമേജൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല വേറെ ഏതെങ്കിലും ഓൾഡ് ടൗൺ ഇവിടെ ഉണ്ടോ എന്ന്. ഇവിടെ വന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കഴിഞ്ഞ തവണ ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ വന്നപ്പോൾ ആരേ ഗോജിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആരേ എന്നുള്ള റിവർ ഒഴുകുന്ന ഗോജിൻ്റെ ഒരു വീഡിയോ. ആ ആരേ ഗോർജിലുള്ളത് മൈറിംഗനിലാണ്. ഇൻ്റർലേക്കൻ്റെ അടുത്തായിട്ടാണ് മൈറിംഗൻ വരുന്നത്. ബേണിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ അത്രയും ദൂരം വരെ ഈ ആരേ റിവർ ഒഴുകുന്നുണ്ടെന്ന് അർത്ഥം. ഈ സ്ഥലത്ത് വന്നപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ആരേ റിവറിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് നോക്കുമ്പോൾ താഴെയായിട്ട് ഒരു സ്ട്രീറ്റ് കാണുന്നുണ്ടായിരുന്നേ, നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു താഴെ ഇറങ്ങി പോയി നോക്കാമെന്ന്. സ്റ്റേഴ്സ് അന്വേഷിച്ച് നോക്കുമ്പോൾ സ്റ്റേഴ്സ് ഒന്നും കാണുന്നില്ല, പകരം അവിടെ ഒരു ലിഫ്റ്റ് കണ്ടു. നമ്മൾ ലിഫ്റ്റിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ നമുക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് പബ്ലിക് ആക്സസ് ഇല്ലാത്ത ലിഫ്റ്റാണെന്ന് തോന്നുന്നു. എന്തോ കാർഡ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു ആളുകൾ കയറുന്നത്, അല്ലെങ്കിൽ പേയ്മെൻ്റ് ഉണ്ടോ എന്തോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മാത്രം സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു നടക്കുകയാണ് ഉണ്ടായത്. ഞങ്ങളൊരു ഏകദേശം 2 മണിക്കൂറോളം ബേണിൽ ചെലവഴിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് കണ്ടതാണ് ഈ കത്തീഡ്രൽ, ബേൺ കത്തീഡ്രൽ. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. എന്നിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ പോയി ബസ് എടുത്തിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. ഞങ്ങൾ ബസ് എടുത്ത് തന്നെയായിരുന്നു ഇങ്ങോട്ടേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നതും. ഇതാണ് ഞങ്ങൾ ലഗേജ് വെച്ച ലോക്കർ. ആ സൈന് കാണുന്നില്ല, അതാണ് ലോക്കറിൻ്റെ സൈന്. ഇനി ഞങ്ങൾ ലുസേണിലേക്ക് പോവട്ടെ. അടുത്ത വീഡിയോയിൽ ലുസേണിലെ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.